ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി സ്റ്റാറ്റസ് എന്താണ്, ഫീലിങ്സ്, തോട്ട്സ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്? സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി, ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി. ഓക്കെ, ടവറാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലെയുള്ള ഒരു അവസ്ഥ ഫേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് രണ്ടുപേരും ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സുകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന രണ്ടുപേരുടെ എനർജിയാണ് കാണുന്നത്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മറക്കാതെ അതിൽ വളരെയധികം സ്റ്റക്കായി നിൽക്കുന്ന രണ്ടുപേരുടെ എനർജിയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ മറന്നു പോയിട്ടില്ല, അത് മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു നൊസ്റ്റു കൊടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പാസ്റ്റിലെ കാര്യങ്ങൾ. മീൻസ് ഈ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ അത് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല, ഇതിനെ വിട്ട് കളഞ്ഞിട്ടില്ല. മീൻസ് ഇപ്പം ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതെങ്കിൽ പോലും അതിനെ അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അത് ഒരിക്കലും മനസ്സൊന്ന് പറിച്ചു കളയാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ എനർജിയാണ്, വീഡിയോസ് കാണുന്നവരുടെ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ഈഗോ ഉള്ളതുപോലെ കാണുന്നുണ്ട്. ഈഗോ എന്ന് പറയുമ്പം അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. മാക്സിമം നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ അങ്ങോട്ട് കൂടുതലായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഭയങ്കരമായിട്ടും അവരുടെ മുന്നിൽ ഇങ്ങനെ താഴ്മയോടെ അപേക്ഷിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ, നിങ്ങളായിട്ട് പോകുന്നില്ല, അവരായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ട്, നിങ്ങളൊരു വെയിറ്റിംഗ് പോലെയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈഗോ അത് സമ്മതിക്കുന്നില്ല. അതായത് ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതാണ് ഈഗോ എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾക്കാണ്, അത് വളരെ നല്ല കാര്യമാണ്. സോ അങ്ങനെയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിനകത്ത് ഇവിടെ ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി ഈ പേഴ്സൺ റെസ്റ്റിലാണ്. അതായത് ഇപ്പം ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു ആക്ഷനും എടുക്കുന്നില്ല, സൈലൻ്റായിട്ടിരിക്കുന്ന ഒരവസ്ഥ, ക്വയറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരങ്ങനെ ഇരിക്കുമ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവർ കൂടുതലായിട്ട് ഇപ്പം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ. അതായത് അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ എനർജീനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവർ പോകുന്നത്. ഇത് പ്ലാനിങ് ചെയ്യാണ്, ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു റെസ്റ്റ് സിറ്റുവേഷനാണ്, അതായത് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളോടൊന്നും പറയുന്നില്ല, നിങ്ങളോടൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു ബാലൻസ് നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അതായത് ബാലൻസ്ഡ് ആവണം, റിലേഷൻഷിപ്പ് നല്ലൊരു ബോണ്ടിങ്ങിൽ എത്തണം, ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്.
നല്ല രീതിക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകണം. അതായത് ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിക്ക് ഈ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അത് നിങ്ങൾ മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് കാര്യങ്ങൾ നിങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണും ഈ സെയിം തോട്ട് ഉണ്ട്. ഓക്കെ, അവരും അത് ചിന്തിക്കുന്ന കാര്യമാണ്. ഇതൊരു സ്മൂത്ത് ഗോയിങ്ങിലേക്ക് എത്തിക്കണം, ഇത് നല്ല രീതിക്ക് തന്നെ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക്, അതായത് ഇടയിൽ ഓരോ പ്രശ്നങ്ങളില്ലാതെ. ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ എനർജി, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ക്വയറ്റാണ്, കാമായിട്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരങ്ങനെ ഇരിക്കുന്നതിൽ റീസൺ ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ ഈ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇടയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എനർജി. സോ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ ഉണ്ട്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥകളൊന്നുമില്ലാതെ നല്ല രീതിക്ക് ഇത് ഒതുങ്ങണം. അതുപോലെ തന്നെ ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകാം. ഓക്കെ, അപ്പം ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിനകത്ത് കുറേ നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാത്ത, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിലില്ലാത്ത സംഭവങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ രണ്ടുപേരും ഇടയിലേക്ക് മറ്റാളുകൾ കയറി വരുന്നു, പെട്ടെന്ന് വഴക്കുകൾ ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നു, പഴയതുപോലെ ഒരു സ്നേഹത്തിലേക്ക് വരുന്നില്ല, പ്രശ്നം എത്ര സോൾവ് ആക്കാൻ ശ്രമിച്ചാലും സോൾവ് ആകുന്നില്ല. അങ്ങനെ ഒരു സഡൻ ആയിട്ട് ഒരു പ്രോബ്ലംസ്, ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നതാണ് സംഭവം, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കറൻ്റ്ലി ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ ആരൊക്കെയാണോ ചുറ്റിനുമുള്ള ആളുകൾ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്നൊക്കെയുള്ളത് ആ പേഴ്സൺ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഇതിനു മുൻപേ, കുറച്ച് മുന്നേ വരെ മറ്റുള്ള ആളുകളെ പേടിയായിരുന്നു, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ പേടിയായിരുന്നു, തുറന്ന് സംസാരിക്കാൻ പേടിയായിരുന്നു, നോ പറയാൻ പേടിയായിരുന്നു. അതായത് മറ്റുള്ള ആളുകളെ വിചാരിച്ച് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ ഒരുപാട് മാറ്റി നിർത്തിയ ഒരു എനർജി ഇവിടെ ഉണ്ട്. അതായത് ഒരു ഫിയർ ഉണ്ടായിരുന്നു ഈ പേഴ്സണ്. പക്ഷെ ഇപ്പം കറൻ്റ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. അവർ തടയേണ്ടതാണെങ്കിൽ തടയണം. അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എല്ലാം എന്നുള്ളത്. അതായത് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ മെച്ചുവേർഡ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ആ രീതിയിലുള്ള ചിന്തകൾ ഇപ്പം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാൻ, എംപ്രസിൻ്റെ എനർജി, 6 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, 2 ഓഫ് വാൻഡ്സ്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് തുടങ്ങിയ സമയത്ത് ഈ പേഴ്സൺ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡല്ല കറൻ്റ്ലി കാണുന്നത്. വളരെ പോസിറ്റീവാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ ഹെൽത്ത് വളരെ മോശമാണ് എന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ കാരണം ഇവർക്ക് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആണ്. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, എവിടെയാണ് തനിക്ക് പറ്റിയ തെറ്റ് എന്ന് ആലോചിക്കുന്നുണ്ട്, ആരാണ് ശരി എന്ന് ആലോചിക്കേണ്ടത്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു
തോറ്റൊരു ഫീലാണ് ഈ പേഴ്സണ് കറൻ്റ് ഉള്ളത്. അപ്പോൾ ഇവർ ഇങ്ങനെ ചിന്തിച്ച്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പം അത് മാനസികമായിട്ടുള്ള പ്രോബ്ലം ഈ പേഴ്സൺ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിശപ്പില്ലാത്തൊരവസ്ഥ, ഉറക്കം വരാത്തൊരവസ്ഥ, കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇപ്പം എന്തിനോട് ഫോക്കസ് ചെയ്താലും അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത, ഒരു കോൺഫിഡൻറ്റ് കിട്ടാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ള പ്രശ്നം ഈ പേഴ്സൺ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ഡിപ്രഷൻ ആണെന്ന് ചോദിച്ചാൽ ഡിപ്രഷനാണ്, പക്ഷേ അവരത് ഒരിക്കലും കാണിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു അവസ്ഥ. ഓക്കെ, ഇനി ഇവിടെ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സുകളാണ് വന്നിട്ടുള്ളത്. സൺ കാർഡ്, ചാരിയറ്റ്, 2 ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാർഡ്സുകളുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട്, ഒരു ലെസ് കോണ്ടാക്ട് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഇവർക്ക് നിങ്ങളുടെ അടുത്തൊരു നല്ലൊരു ബോണ്ടിങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോ കോണ്ടാക്ട് ഓർ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ റീയൂണിയൻ കൊണ്ടുവരണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം കൊണ്ടുവരണം, വളരെ പോസിറ്റീവായിട്ടൊരു വെളിച്ചം കൊണ്ടുവരണം. അത് നല്ല രീതിക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീബർത്ത് ആണ്, ഒരു സക്സസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റിയൂണിയൻ പോസിബിലിറ്റി ആണത്, പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയും അതുപോലെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയും സൺ കാർഡും 4 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ടാവാം. എന്തായാലും ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, ഒരു കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ആരോടും തോന്നാത്ത തരത്തിലുള്ള അടുപ്പം തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നത്. ആ ഒരു കണക്ഷൻ അവർക്ക്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു കണക്ഷൻ ഉണ്ട്, അത് വിട്ടുപോകാൻ പറ്റുന്നില്ല. അവരാണ് നോ പറഞ്ഞ് ഇത് വേണ്ട, നോ പറഞ്ഞ് മാറി നിന്നത്, ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും അവർക്കത് പറ്റുന്നില്ല. അവർക്ക് ആ ബൗണ്ടറി വെച്ച് നിങ്ങളെ മൂവ് ഓൺ ചെയ്ത് പോകാൻ, നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ അവരിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി ഇവിടെ ഡിവൈൻ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ഓക്കെ, അത് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. അപ്പം ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പം ഇവർക്ക് ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്, വളരെ ഡീപ്പ് കണക്ഷൻ തോന്നുന്നുണ്ട്, അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ളൊരു ലവ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ഫീലിങ്സ് ആണ് ഇവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഒരു മിസ്സിങ് എനർജി ഉണ്ട്. ആൻഡ് അതുപോലെ മാരേജ് പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മാരേജ് വരെ വന്നു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ എഗെയിൻ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മാരേജിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം പാരൻസ് എന്തെങ്കിലും റീസൺ വഴി മുടങ്ങി പോവുകയോ, അല്ലെങ്കിൽ റിലീജിയൻ പ്രോബ്ലം, ഏജ് ഡിഫറൻസ് കൊണ്ട് മുടങ്ങി പോവുകയോ, ലോങ് ഡിസ്റ്റൻസ് കാരണം മുടങ്ങി പോവുകയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അവർ പിന്നെ വീണ്ടും മാരേജിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചാരിയറ്റിൻ്റെ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പറയണം, ഒരു പുതിയ ജേർണി കൊണ്ടുവരണം. അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു അവസ്ഥകൾ വന്നപ്പം സ്നേഹത്തിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഒരു മതിൽ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ആ ഒരു കൺട്രോളിംഗ് ഒക്കെ എടുത്ത് മാറ്റണം. നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പൺഡ് ആവണം, അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, ഒരു പ്രോഗ്രസ് കൊണ്ടുവരണം, അതിനൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇതിപ്പം നിങ്ങൾക്ക് മാരേജ് പോസിബിലിറ്റി ഓൾറെഡി ഇവിടെ പറഞ്ഞു. സോ മാരേജ് പോസിബിലിറ്റി ആയിട്ട് വരുന്നതായിരിക്കാം, അതായത് ഒരു ആലോചന പോലെ അവരായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. മിസ്സിങ് എനർജി ഉണ്ട്. ഈ പേഴ്സണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ആൾ നിങ്ങളാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. മെയിൻലി ഇവർക്ക് വളരെ പോസിറ്റീവായിട്ട്
ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം, നിങ്ങൾക്ക് തരാതിരുന്ന സന്തോഷം സ്നേഹം തരണം എന്നുള്ളൊരു ചിന്തയാണ് ഈ എല്ലാ കാർഡ്സിലും നല്ല രീതിക്ക് പ്രതിഫലിച്ച് കാണുന്നത് കേട്ടോ. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലീനെ മിസ് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് ഈ പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇന്നർ ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, അതായത് ഇവർക്കിപ്പം ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ പാർട്ട്ണറെ കയ്യിൽ നിന്ന് കിട്ടാത്തത്, അല്ലെങ്കിൽ ഇപ്പം ആരെടുത്തു നിന്നും കിട്ടാത്ത ഒരു ഹാപ്പിനെസ്, ഇന്നർ ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഈ ഒരു സെപ്പറേഷനിലാണ് ഇവരിതെല്ലാം റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡീപ്പ് ലവ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. ഡ്രീം കാണുന്നുണ്ട്, ഒരുപാട് ഡ്രീം കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ എന്ത് സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിലും അവർ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. സോ അത് സത്യത്തിലേക്ക് കൊണ്ടുവരണം, അത് ട്രൂ ആക്കണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ പറ്റുന്നില്ല. അവർ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ കെയറിങ് കൊടുത്ത് പല കാര്യങ്ങളിൽ നിന്നും ഇവരെ ഹീൽ ചെയ്തിട്ട് ഉണ്ടാവാം. ഇപ്പം അവരുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങളായിരിക്കും അവരെ ഹീൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. നേരെ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ടാവുകയും ഈ വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനാണത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് സ്റ്റെബിലിറ്റി കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ലൈഫിൽ കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളായിരിക്കും. അപ്പോൾ അന്ന് അവർക്കത് മനസ്സിലായില്ല. അവരതിനെ സിമ്പിളായിട്ട് തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചു, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പം അതിപ്പം അവർക്ക് ആ കെയറിങ് വേണം, ആ ഹീലിംഗ് വേണം. അതായത് ഒരു മിസ്സിങ് എനർജിയാണത്. ഓക്കെ, നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ പഴയ കാര്യങ്ങളെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എംപ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കെയറിങ്, നിങ്ങളുടെ ആ ഒരു കെയറിങ് അവർക്ക് വളരെയധികം മിസ് ചെയ്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് എനർജി വളരെയധികം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഓക്കെ, റൊമാൻറ്റിക് എനർജി, ഒരു സെക്ഷൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു പാരൻറ്റിനെ പോലെ ആയിരിക്കാം. ഓക്കെ, അഡ്വൈസ് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ എത്ര മൂത്തതാണെങ്കിലും ഇനിയിപ്പോൾ ഇളയതാണെങ്കിലും നിങ്ങൾ അത്രത്തോളം ആ ഒരു ഡിഫറൻസ് ഇല്ലാതെ നിങ്ങൾ അവരെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇമോഷണലി സ്റ്റേബിൾ ആവാൻ കെയറിങ് കൊടുക്കുന്നത്, ഹീലിംഗ് കൊടുക്കുന്നത്, അല്ലാതെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു പാരൻറ്റിങ് പോലെ നിങ്ങൾ നിന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അത് ഈ പേഴ്സണ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെയധികം റൊമാൻറ്റിക് എനർജി ഉണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത്. അതായത് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സണ് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 2 ഓഫ് വാൻഡ്സിന് എനർജി വന്നിട്ടുണ്ട്. ഇവരൊട്ടും എക്സ്പ്രസ്ഡ് അല്ല, ഇവരിതൊന്നും തന്നെ കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലൂടെ ഇങ്ങനെ ഫീൽ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് എല്ലാം ആലോചിക്കുന്നത്, ഫീൽ ചെയ്യുന്നതെല്ലാം അവരൊറ്റയ്ക്ക് അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡിലിട്ട് മാത്രം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തോട്ടൊന്നും കാണിക്കുന്നില്ല, ഇവൻ നിങ്ങളടുത്ത് അറിയിക്കുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ മാറി നിന്നുകൊണ്ട് സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ വാട്സപ്പ് DP ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം DP ആയിരിക്കാം, സ്റ്റാറ്റസ് സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മാറി നിന്നുകൊണ്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, ഒരു സ്പൈ ചെയ്യുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ റീകൺസിലേഷന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻഫ്ലുവൻസ് നല്ല രീതിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറ്റബോധം എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി പേഴ്സൺ തന്നിട്ടില്ല, ആ ക്ലാരിറ്റി തരണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യത്തിലും ട്രൂത്ത് അറിയിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ക്ലാരിറ്റി തരണം, നിങ്ങൾക്ക് ഈക്വാലിറ്റി തരണം, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഹൈഡ് ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഈ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ട്രൂത്തായിട്ട് സത്യമെല്ലാം നിങ്ങളെ അറിയിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കിവിടെ എന്തിനാണ് കുറ്റബോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള തേർഡ് പാർട്ടികൾ ഇവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, അതായത് തേർഡ് പാർട്ടീസ് ആരായാലും അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടീസ് മേ ബി നിങ്ങളെ അറിയുന്ന ആളുകളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പം അങ്ങനെ ആരൊക്കെ ആണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ പലതും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തിനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കേട്ട് അതിൽ വീണ് നിങ്ങളെ ഇവർക്ക് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരം തരാതിരിക്കുക, ക്ലാരിറ്റി തരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്, ഒരു ചീറ്റിംഗ് പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഈക്വാളിറ്റി തരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് വാണ്ട്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ്, നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു മീറ്റപ്പ് നടത്തണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒരിക്കലും കാണാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണണം, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കണം എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് തരണം, ഒരു സർപ്രൈസ് പോലെ തരണം എന്നുള്ള രീതിയിൽ അതിലവർ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. അതായത് നിങ്ങളെ മീറ്റ് ചെയ്യണം, നിങ്ങളെ നേരിട്ട് കണ്ട് അതായത് നമ്മൾ ഒരു ആശ്വാസം തോന്നുക, അത് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മേ ബി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകുമായിരിക്കാം, നേരിട്ട് കാണാമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാകുമായിരിക്കാം. നിങ്ങൾ ഒരിക്കലും നേരിട്ട് കാണാത്ത വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ടുണ്ടാകുമായിരിക്കും കാണാത്തത്. സോ ആ ഒരു കാര്യം ഇവർ ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പബ്ലിക്കിനെ പേടിച്ച് ഇത്രയും നാളും എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്തു എന്നുള്ള രീതിയിൽ, പക്ഷേ ഇപ്പോൾ അവർ ഫിയർലെസ് ആയി മാറിയതായിട്ടും കാണുന്നുണ്ട്. 4 ഓഫ് വാണ്ട്സിന് എനർജി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഇടയിൽ മാരേജ് പോസിബിലിറ്റി, റീയൂണിയൻ പോസിബിലിറ്റി ആണ്, ആൻഡ് ഒരു കണക്ഷൻ്റെ കാർഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. സോ അത് വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, നിങ്ങൾക്കത് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ് എടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളതാണ്. ഇത് കറൻ്റ്ലി അവരുടെ എനർജിയാണ്, അതായത് ഇപ്പം അവരുടെ എനർജിയാണ് ഈ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് വരുന്നത്. അവർക്ക് നല്ല രീതിക്ക് ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അവർക്ക് ഒരു മാനസികമായിട്ട് അവർ ഓക്കെ അല്ല, അവരൊട്ടും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ. ഇപ്പം നിങ്ങളിപ്പോൾ നേരിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് നിങ്ങളിപ്പോൾ സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കരയും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, ചിലപ്പോൾ ആദ്യം റേസ് ആയതുപോലെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതുപോലെ ഒന്നും ദേഷ്യപ്പെടത്തില്ല. കാരണം അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. നമ്മൾ നേരത്തെ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി കാർഡ് ഞാൻ പറഞ്ഞു, സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്. ബ്ലാക്ക് മാജിക് എനർജീസ് ഉണ്ടാകാം, ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുക, അത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാതെ ഉണ്ടാതിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവർ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു ഡിസ്കണക്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത്. ഇപ്പം സ്നേഹം കൊടുക്കുന്നുണ്ട്, മറ്റുള്ള ആ ചുറ്റിനുമുള്ള തേർഡ് പാർട്ടീസ് ഇവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്, അവർക്ക് പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള കാര്യത്തിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് അവരിയ്ക്കുന്നത്. ഈവൻ നിങ്ങൾ നോക്കിയാലും മനസ്സിലാകും ആ പേഴ്സൺ കൂടുതലും അവരുടെ കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പോലെ ആയിരിക്കാം ഇപ്പം ക്വയറ്റായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാം. അവർ സെൽഫിഷ് പോലെ അല്ലെങ്കിൽ അവരുടെ സെൽഫിന് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. തേർഡ് പാർട്ടീസിൻ്റെ അടുത്തും അവർ അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആണ്. ചിലപ്പോൾ അങ്ങോട്ടുള്ള കമ്മിറ്റ്മെൻറ്റോ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ ആയിരിക്കും അവരങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നുണ്ടാവുക. എന്തായാലും അത് മാറാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് ഒക്കെ പറയുക എന്നുള്ളതാണ്. ഇവിടെ സോഡിയാക് സൈൻ വന്നിട്ടുള്ളത് ഏരിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ക്യാൻസർ അഗെയിൻ ഉണ്ട്, വീനസ് ഉണ്ട്, ലിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ് ഉണ്ട്, ലിബ്ര ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ട്, ഏരിയസ്, വിർഗോ ഉണ്ട്, ക്യാൻസർ അഗെയിൻ ഉണ്ട്, ഏരിയസ്, സാജിറ്റേറിയസ്, ടോറസ്, ലിബ്ര, സ്കോർപിയോ, ഏരിയസ് അഗെയിൻ. ഓക്കെ, സാജിറ്റേറിയസും ഉണ്ട്. അപ്പോൾ ഇതാണ് സോഡിയാക് സൈനായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇവർ ഏകദേശം എപ്പോഴായിരിക്കും ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം എടുക്കാം. വേൾഡ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ വേൾഡ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂമറോളജിക്കലി ഇതിൻ്റെ നമ്പർ വരുന്നത് 21 ആണ്. അപ്പോൾ അത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിന് ടൈം എടുക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഒരു സെലിബ്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒതുങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, ഈ
തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാര്യങ്ങളും ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ജസ്റ്റിസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ടൈം എന്ന് കാണിക്കുന്നത്. കുറച്ച് ടൈം എടുക്കും എന്നുള്ള രീതിയിലാണ് പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ വീണ്ടും പറയുകയാണ്, പോസിറ്റീവ് അഫർമേഷൻസ് റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക, എളുപ്പം സാധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആളുകൾ കേട്ടോ. ഇനി ക്ലോസും കൂടി നോക്കാം. 29 വന്നിട്ടുണ്ട്, ലെറ്റർ ഇ വന്നിട്ടുണ്ട്, 26 വന്നിട്ടുണ്ട്, ലെറ്റർ ഡി ആൻഡ് 37 വന്നിട്ടുണ്ട്, ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട്, 46 വന്നിട്ടുണ്ട്, 49 ആൻഡ് 23, 39 ലെറ്റർ ബി, ലെറ്റർ ഇസഡ് ആൻഡ് 34, 40, ലെറ്റർ എ 9, 90, ലെറ്റർ എച്ച് 14 ആൻഡ് 4 വന്നിട്ടുണ്ട്, ലെറ്റർ ബി 15, 5 വന്നിട്ടുണ്ട്, ലെറ്റർ പി വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്, ക്യൂ വന്നിട്ടുണ്ട്, 56 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും, രണ്ടുപേർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.